നമസ്കാരം. വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് മിക്സഡ് ആയിട്ടാണ്. ഡൗ ജോൺസ് ഏതാണ്ട് 0.5% പ്ലസ് ആയിട്ടും നാസ്ഡാക്ക് 0.28% മൈനസ് ആയിട്ടും S&P 500 0.01% നെഗറ്റീവിലുമാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ ഇപ്പോഴും ഷട്ട് ഡൗണിന്റെ ഇഷ്യൂ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വേണം കരുതാൻ. ഡെമോക്രാറ്റുകൾ അതുപോലെ ഹെൽത്ത് കെയർ ബെനിഫിറ്റ് അവർക്ക് വീണ്ടും പ്രസ്താവിക്കണം എന്ന് പറയുന്നു. പക്ഷേ റിപ്പബ്ലിക്കൻസ് അത് അംഗീകരിക്കുന്നില്ല. ഈ കാര്യത്തിൽ സമവായമായിട്ടില്ല. അപ്പോൾ ഷട്ട് ഡൗൺ വീണ്ടും ആറാമത്തെ ദിവസമായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. 2 ദിവസം തുടർച്ചയായി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് മാർക്കറ്റിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ബിസിനസ് സെന്റിമെന്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 25ഓളം കമ്പനികൾ ബിസിനസിന്റെ അപ്ഡേറ്റ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നൽകുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട HDFC, കോട്ടക് ബാങ്ക്, ബജാജ് ഫിൻസർവ് ഇവരുടെ ഗൈഡൻസ് വളരെ മികച്ച രീതിയിലുള്ള ഗൈഡൻസ് ആണ് വിട്ടിരിക്കുന്നത്. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, RBL ബാങ്ക് അവയുടെയും ഡേറ്റാസ് പുറത്തു വന്നു. അതിൽ ബാങ്ക് ഓഫ് ബറോഡയും പഞ്ചാബ് നാഷണൽ ബാങ്കും ഒരു ആവറേജ് ആണ് എങ്കിലും മികച്ച തരത്തിലുള്ള ഡേറ്റാസ് ആണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഒരുപക്ഷെ തിങ്കളാഴ്ച മാർക്കറ്റിൽ കണ്ടേക്കാം. അതുപോലെ തന്നെ ഇന്ന് ചൈനീസ് മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആണ്. ജപ്പാൻ മാർക്കറ്റ് ഏതാണ്ട് 4% അപ്പായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഭരണകക്ഷി ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തു എന്നതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതിന്റെ ഒരു പോസിറ്റിവിറ്റി അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ HDFC ADR ഏതാണ്ട് 2% അപ്പായിട്ടാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. അപ്പോൾ HDFC ഒരുപക്ഷെ ബിസിനസ് അപ്ഡേറ്റ് ഡേറ്റ ഒക്കെ പോസിറ്റീവായിട്ട് വന്നതിന്റെ പേരിലായിരിക്കും. അപ്പം അത്തരം സ്റ്റോക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. RBIയുടെ ചെറിയ ഓപ്പറേഷൻസിൽ ചെറിയ ചേഞ്ചസ്, അതിന്റെ ബാങ്കുകളുടെ കാര്യത്തിൽ ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ ചെക്കുകളൊക്കെ 7 മണിക്ക് മുമ്പ് ക്ലിയർ ചെയ്യണം എന്ന് ഡേറ്റ. ബാങ്കുകൾ പലപ്പോഴും ബിസിനസ് അപ്ഡേറ്റ് പോസിറ്റീവായിട്ടാണ് ചെയ്തെങ്കിലും ഇത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നെഗറ്റീവായിട്ടാണ്. മറ്റൊരു വാർത്ത, ബാങ്കുകളുടെ ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് CRR റേറ്റ് എല്ലാ മാസവും 0.25 ബേസിസ് പോയിന്റ് വെച്ച് കട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട്. അത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. RBI അത് സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കുന്നു. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് അത് ബാങ്കുകളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. ബാങ്കുകൾക്ക് ലിക്വിഡിറ്റി വളരെയധികം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് കാരണമാകും. ഏതാണ്ട് 4% ഉള്ള CRR റേഷ്യോ 3%ലേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് ബാങ്കുകൾക്ക് ലിക്വിഡിറ്റി കൂടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇന്ത്യ യൂറോപ്യൻ ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏതാണ്ട് 14 വട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിപ്പോൾ ഈ ആഴ്ച ആരംഭിക്കുന്നുണ്ട്. ഇതിന്റെ ഔട്ട്കമും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വേദാന്ത അവരുടെ മെറ്റൽസ് പ്രൊഡക്ഷൻ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് വന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതുപോലെ ശോഭയുടെ ഇപ്പോഴത്തെ Q2 ബുക്കിങ്ങും ഓർഡറും ഒക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഡേറ്റയാണ് പുറത്തുവിടുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഇവിടെ നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് അവകാശികളില്ലാത്ത ഏതാണ്ട് 1.84 lakh crore അവര് ആവശ്യമായ രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാമെന്ന് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. RIയിൽ ഇപ്പം വീട്ടിലുള്ള ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അറിയാതെ പോകുന്നു, അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ ഒരുപക്ഷെ ഇത് പുറത്താരും അറിയാതെ കിടക്കുന്നുണ്ടാകും. അത്തരത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണ് മതിയായ രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള അവകാശികൾക്ക് അത്